प्यारे बच्चों यूएसएस उर्दू क्लास में सभी को मेरा परखुलूस आदाब. എന്റെ എല്ലാ മക്കളും നാളത്തെ യുഎസ്എസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡിയല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ഉറുദുവിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തയ്യാറല്ലേ മക്കളെ? अच्छा बच्चों देखिए, यस ഉറുദു സബാൻ കഹാം പൈദാ ഹുയി. ഉറുദു ഭാഷ എവിടെയാണ് ജനിച്ചത്? യെസ്, പാകിസ്ഥാനാണോ, തുർക്കിയാണോ, അഫ്ഗാനിസ്ഥാനാണോ, ഹിന്ദുസ്ഥാനാണോ? നോ ഡൗട്ട്. ഏതാണ് മക്കളെ? ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉറുദു ഭാഷ എന്ത് ചെയ്തത്? ജനിച്ചത് അല്ലേ? ഇന്ത്യയിലാണ് ഉറുദു ഭാഷ എന്ത് ചെയ്തത്? ജനിച്ചിട്ടുള്ളത്. क्लियर अल्ले? अच्छा अगला सवाल देखिए, लफ्ज ले लफ्ज उर्दू के माना क्या है? എന്താണ് ഉറുദുവിന്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താണ് മക്കളെ? യെസ്, എന്താണ് സഹി ജവാബ്? ലഷ്കർ അല്ലേ? ഓപ്ഷൻ എ അല്ലേ? ഉറുദു എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? മുഹബത്ത് അല്ല, പ്യാർ അല്ല, ശബ്നമല്ല. എന്താണ്? ഓപ്ഷൻ എ ലഷ്കർ അല്ലേ? ലഷ്കർ എന്നുള്ളതാണ് ഉറുദു എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. സൈന്യം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. റെഡി അല്ലേ? അഗ്ലാ സവാൽ ദേഖിയേ, ഏക് കലം കെ ഡാഷ് റുപ്പിയ ഹേ. ഏക് കലം കെ, ഒരു പേനക്ക് ഡാഷ് റുപ്പിയ ഹേ. റുപ്പിയ പറഞ്ഞാൽ എന്താണ്? പണം, ക്യാഷ് അല്ലേ? എത്ര രൂപയാണ് എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. കബ് എപ്പോൾ, കിത്തിനെ പറഞ്ഞാൽ എത്ര, കഹാം എവിടെ, കോൻ ആര്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത്? ഏതാ? ഓപ്ഷൻ ബി അല്ലേ? ഏക് കലം കെ കിത്തനെ റുപ്പിയ ഹേ. ഒരു കലം, ഒരു പേനക്ക് അല്ലേ? കലം എന്ന് പറഞ്ഞാൽ പേനയാണ് അല്ലേ? കലം എന്ന് പറഞ്ഞാൽ പേന അല്ലേ? പേനയ്ക്ക് എത്ര രൂപയാണ് എന്നുള്ളത് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? കിത്തിനെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേർക്കാനുള്ളത്. കേരള മഷൂർ ഉറുദു നോവൽ നിഗാർ കാ നാം ചുൻകർ ലിഖിയേ. താഴെയുള്ളവയിൽ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ഉറുദു നോവൽ നിഗാറിന്റെ പേരാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, കണ്ടെത്താൻ പറഞ്ഞത്. ഖദീജ മസ്തൂർ ആണോ, കമല സുരയ്യാണോ, സുലൈഖ ഹുസൈൻ ആണോ, പ്രേംചന്ദ് ആണോ? അല്ലേ? കേരളത്തിന്റെ പ്രസിദ്ധയായ ഉറുദു നോവൽ നിഗാർ ആരാണ് എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് എന്താണ്? സുലൈഖ ഹുസൈൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്, റെഡി അല്ലേ? യെസ്, അഗ്ലാ സവാൽ ദേഖിയേ, നാനി അമ്മ അല്ലേ? നാനി അമ്മ ഡാഷ് ഹേ. നാനി അമ്മ ആരാണ് അല്ലേ? ആരാണ്? യെസ്, അമ്മി കി മാമാണ് അല്ലേ? അമ്മി കി മാം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മക്കാണ് നാനി മാം എന്ന് പറയുന്നത്. ഇനി അബ്ബാക്കി മാമാണെങ്കിലോ ദാദാ അമ്മ എന്ന് എന്ത് ചെയ്യും? പറയും അല്ലേ? ദാദാ അമ്മ എന്നാണോ? യെസ്, ദാദി അമ്മ അല്ലേ? ദാദാ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ എന്നാണ്, ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി എന്നാണ് അല്ലേ? അപ്പൊ ദാദി അമ്മ എന്നാണ് അബ്ബാക്കി മാം എന്നുള്ളതിന് പറയുന്നത്. അപ്പൊ ഇവിടെ നാനി അമ്മ എന്ന് ചോദിച്ചത് കൊണ്ട് അമ്മീക്കി മാം അല്ലെ? അമ്മീക്കി മാം, ഉമ്മയുടെ ഉമ്മക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരങ്ക ജണ്ടേക്ക ഊപ്പർ കാ രംഗ് ക്യാ ഹേ. ത്രിവർണ്ണ കൊടിയുടെ ഊപ്പർ കാ രംഗ് ക്യാ ഹേ അല്ലെ? നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. എന്താണത്? യെസ്, സഫറാനി അല്ലെ? സഫറാനി എന്നുള്ളതാണ് എന്ത്? മുകളിലത്തെ നിറം, കുങ്കുമ നിറം. അപ്പൊ നീച്ചേക്കാ രംഗ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ ഹര അല്ലെ? തിരങ്ക ജണ്ടേക്ക് ബീച്ച് കാ രംഗ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ സഫേദ്. ബീച്ച് രംഗ് കെ സഫേദ് രംഗ് കെ ബീച്ച് മേ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് അശോക് ചക്ര ഹേ എന്നൊക്കെ എന്ത് ചെയ്യാം? തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ്, നീ ഖുദാക്കി അപ്നി ബസ്തി അല്ലെ? ഖുദാക്കി അപ്നി ബസ്തി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ മഷൂർ ഹേ. പ്രസിദ്ധമായത് ഏതാണ്? എവിടെയാണ്? തമിഴ്നാടാണോ, ദില്ലിയാണോ, കേരളയാണോ, തെലുങ്കാനയാണോ? ഏതാണ് മക്കളെ ശരിയായിട്ടുള്ളത്? യെസ്, കേരള എന്നുള്ളതാണ്. കേരളമാണ് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയുന്നത്. ഏതാണ്? കേരള അല്ലേ? ഇനി അടുത്തത് ഒരു ഗ്രാമർ ടൈപ്പ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? മേം ലാഹോർ കാ രഹ്നെ വാല ഡാഷ്. മേം ലാഹോർ കാ രഹ്നെ വാല എന്ന് വരുമ്പോൾ ഹേ ആണോ, ഹൈ ആണോ, ഹും ആണോ, ഹു ആണോ? ഏതാണ്? എന്റെ മക്കൾ വളരെ സിമ്പിൾ ആയിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്ന എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേം വരുമ്പോൾ അല്ലേ? മേം വരുമ്പോൾ നമ്മൾ എന്ത് വെക്കും? ഹും വെക്കും അല്ലേ? അപ്പൊ മേം വരുമ്പോൾ ഹും വെക്കും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. മേം വരുമ്പോൾ ഹും വെക്കും. അപ്പൊ എന്ത് പറയും? മേ ലാഹോർ കാ രഹ്നെ വാലാ ഹും അല്ലേ? ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക? ശരിയായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അഗ്ലാ സവാൽ ദേഖിയേ, റിയാസത്തി കേരള കെ കിത്നെ ജില്ലേ ഹേ. എത്ര ജില്ലകളാണ് കേരളത്തിലുള്ളത്? 12, 14, 13, 15. എൻ്റെ എല്ലാ മക്കൾക്കും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? 14 അല്ലെ? എത്രയാണ്? 11, 12, 13, 14 അല്ലെ? 14 എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം.
क्लियर अल्ले। अगला सवाल देखिए, हिंदुस्तान के कौमी परिंदा का नाम क्या है? ഹിന്ദുസ്ഥാൻ കെ കൗമി പരിന്ത അല്ലെ, കൗമി പരിന്ത എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് എന്ത് വന്നു? മോർ വന്നു അല്ലെ. കൗമി പരിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? മോറാണ്. ക്ലിയർ അല്ലേ? എല്ലാ മക്കൾക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. ഹിന്ദുസ്ഥാൻ കാ കൗമി പേട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? റിവൈൻഡ് ചെയ്തതാണ് അല്ലെ. കൗമി പേട് അല്ലെ. കൗമി പേട് എന്താണ്? യെസ്, ഓപ്ഷനിൽ ഏതാണ്? നാരിയൽ കാ പേടാണോ, ആം കാ പേടാണോ, സാഗ്വാൻ ആണോ, പീപ്പൽ കാ പേടാണോ? നോ ഡൗട്ട് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? യെസ്. അഗला सवाल देखिए, केरला का रियासती जानवर कौन सा है? റിയാസത്തി ജാൻവർ അല്ലെ. റിയാസത്തി ജാൻവർ ഏതാണ്? റിയാസത്തി ജാൻവർ മക്കളെ. യെസ്, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് ഓപ്ഷൻ സി? ഹാത്തി എന്നുള്ളത്, ആന എന്നുള്ളത് അല്ലെ. ഷേറല്ല, ബില്ലിയല്ല, ഗായ് അല്ല അല്ലെ. ഷേർ സിംഹം, ബില്ലി പൂച്ച, ഗായ് പശു അല്ലെ. അപ്പൊ ഹാത്തി എന്നുള്ള ആന എന്നുള്ളതാണ് റിയാസത്തി ജാൻവർ. കേരള കാ റിയാസത്തി ജാൻവർ ഹാത്തി ഹെ. ഓക്കെ. अगला सवाल देखिए, मेष डैश किताब है? മേശന്മേൽ ഡാഷ് ഉണ്ട് അല്ലെ. അപ്പൊ മേസ്പർ അല്ലെ, മേശയിൽ അല്ലെ, മേശന്റെ മുകളിലെ മേശന്മേൽ അല്ലെ, മേശയിൽ എന്തുണ്ട്? കിതാബ് ഹേ. അപ്പൊ മേസ് പർ കിതാബ് ഹേ അല്ലെ. മേസ് പർ കിതാബ് ഹേ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നമ്മുടെ 5ാം ക്ലാസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ. അപ്പൊ മേസ് പർ കിതാബ് ഹേ. അഗല സവാൽ देखिए, इनमें नामुनासिब लफ्ज़ कौन सा है? താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ടെത്താനുള്ളത് അല്ലെ. ഏതൊക്കെയാണ് ഓപ്ഷൻ? നോവൽ ഉണ്ട് അല്ലെ, ഡ്രാമ, കഹാനി അല്ലെ, ഗസൽ അല്ലെ. ഈ നോവൽ, കഹാനി, ഡ്രാമ ഏകദേശം എന്താണ്? ഒരേ രീതിയിൽ എഴുതുന്നതാണ് അല്ലെ. ഗസൽ എന്താണ്? അത് വേറെ തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നോവൽ, കഹാനി, ഡ്രാമ ഒരേ ഇതിൽ വരുന്നതാണ്. ഗസലാണ് അതിൽ എന്ത് ചെയ്യുന്നത്? വേറിട്ട് നിൽക്കുന്നത്. അപ്പൊ ഗസലാണ് എന്ത് ശരിയായിട്ട് വരുന്ന ഉത്തരം. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? യെസ്. അപ്പൊ എല്ലാ മക്കളും നാളത്തെ USS പരീക്ഷ എല്ലാ മക്കൾക്കും എളുപ്പമാവട്ടെ. എല്ലാ മക്കൾക്കും USS പരീക്ഷ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് മാഷ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.